இதோ ரட்சிக்க கூடாத படிக்கு கர்த்தருடைய கை குறுகி போகவும் இல்லை, கேட்க கூடாத படிக்கு அவருடைய செவி மந்தமாகவும் இல்லை. ஏசாயா 59:1. Behold, the Lord's hand is not shortened, that it cannot save, neither his ear heavy, that it cannot hear. Isaiah 59:1. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே God Gooses மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தி இருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും ഈ മീഡിയയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അവസരം നൽകിയ ഈ മീഡിയയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ബഹുമാനനായ തോമാസ് അവറുകൾക്കും മറ്റ് പ്രവർത്തകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആരംഭത്തിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം ദൈവം നമ്മളെ അതിശയകരമായി അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിപാലിച്ച വിധങ്ങളെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാനും കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്ത് ചിന്തയ്ക്ക് ആധാരമായി 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. വിശ്വാസമില്ലാത്ത ഒരു കൂട്ടരും വിശ്വാസമുള്ള ഒരു കൂട്ടരും ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായി ഇന്ന് വളർന്നു വരികയാണ്. അത് ഏറ്റവും കൂടുതൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ഈ ദിവസങ്ങളിൽ കൂടി വരുന്നെന്നുള്ളത് നഗ്ന സത്യമാണ്. വിശ്വാസം ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുകയില്ലെന്ന് തെളിയിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നു എന്തിനെങ്കിലും വിശ്വസിക്കണം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം വിശ്വസിക്കുന്നവരുണ്ട്, ഏതെങ്കിലും ഒരു ബിന്ദുവിനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ വിശ്വാസത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും കൊണ്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതിൽ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, സാത്താനോ പിശാചോ അവൻ്റെ പ്രവർത്തികളില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്.
ദൈവിക പ്രവർത്തനങ്ങളില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ദൈവിക സൗഖ്യമോ ദൈവിക വിടുതലോ ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നതും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അതിജീവിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്നതും ദൈവവിശ്വാസം എന്ന വ്യക്തികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് വിഷയം വന്നാലും തകരാതെ നിൽക്കുവാൻ സാധിക്കുമെന്നുള്ള സത്യം ഇന്നും ലോകത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായിരിക്കുന്ന ദൈവവിശ്വാസികളായിരിക്കുന്ന പല പ്രിയപ്പെട്ടവർക്കും പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അവർ വിശ്വസിക്കുന്നു അതിൻ്റെ മുകളിൽ, ആ വിഷയത്തിൻ്റെ മുകളിൽ പ്രവർത്തിച്ച് അതിനെ ഒരു സമാപ്തി വരുത്താൻ കഴിവുള്ള ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ദൃഢധൈര്യം ആ ഒരു ഭക്തനെ, ആ ഒരു വ്യക്തിയെ, അവൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും. ചില സമയത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാകാം. എന്തുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിൽ വിശ്വാസത്തിൻ്റെ ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഭക്തനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ അവിശ്വാസികൾക്കോ യുക്തിവാദികൾക്കോ ദൈവബോധം ഇല്ലെന്ന് പറയുന്നവർക്കോ സാധിക്കയില്ലെന്ന് അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഇന്നും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ മക്കൾ ശക്തമായി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്തൻ പറയും, ഉണർന്നിരിപ്പിന് വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അപ്പോൾ ഉണർന്നിരുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. മരിക്കുന്നവന് വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. മരിച്ചൊരു വ്യക്തിയുടെ മുമ്പിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരിക്കണം. അവൻ ജീവിച്ചിരിക്കുന്ന വ്യക്തിയോട് പറയും, നിങ്ങൾ ഉണർന്നിരിക്കണം. അവൻ ഉറങ്ങി മരണത്തിന് തത്തുല്യമായിരിക്കുന്ന മേഖലയിലേക്ക് കൊണ്ടുപോയി അവൻ കണ്ടെത്തിയിരിക്കുന്ന വിശ്വാസ സംഹിതകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഭക്തൻ വിളിച്ചു പറയുക, നിങ്ങൾ ഉണരണം, ഉണരണം, ഉണർന്നിരുന്ന വിശ്വാസത്തിൽ നിലനിൽക്കണം. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ദർശനമുണ്ട്, നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. നമ്മുടെ ചർച്ചിനെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായ കാരണം പലപ്പോഴും നമുക്ക് ഉണരാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിങ്ങൾ കണ്ടിരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന, നിങ്ങൾ ദർശനം കണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഒന്ന് നീ ഉണർന്നാൽ, ഒന്ന് ഉണർന്ന് അതിന്മേലൊന്ന് ദൃഷ്ടി വച്ചാൽ അതിനെ ജയിക്കുവാനുള്ള ഒരു വലിയ ശക്തി ദൈവികമായ ബന്ധത്തിൽ നിൽക്കുന്നവർക്കുണ്ടെന്ന് ഇന്ന് തെളിയിക്കുന്നെങ്കിൽ ഞാനും വിശ്വസിക്കുന്നു അത് സംഭവിക്കാൻ പോവുക. അതുകൊണ്ട് നമുക്ക് ഉണരാം. ഒന്ന് ഉണർന്നാൽ നമ്മൾ കണ്ടിരിക്കുന്ന വിശ്വാസ സംഹിതകൾ അത് കാണത്തക്ക രീതിയിൽ ആക്കി മാറ്റി പ്രവൃത്തി പദത്തിലെത്തിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വാസത്തെക്കുറിച്ച് ഒരുപാട് ഭക്തന്മാർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വിഷയം ഇതാണ്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അതുകൊണ്ട് നാളെ ഉണരണം, നാളെ ഇന്ന കാര്യം ചെയ്യണം. ഉറങ്ങുന്ന ഒരു മനുഷ്യൻ ഇത്ര മണിയാകുമ്പോൾ എഴുന്നേൽക്കും, അവൻ അലാറം വെച്ച് കിടക്കും, അവൻ ആ സമയത്ത് എഴുന്നേൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടെയാണ് അവൻ കിടക്കുന്നത്. അതുകൊണ്ട് നീ ഉറങ്ങുന്നെങ്കിൽ ഉണരണം. ഉണർന്നു കഴിഞ്ഞാൽ നീ പ്രതീക്ഷ വെച്ചിരിക്കുന്ന വിഷയത്തിൽ നിന്നെ നടത്തിക്കൊണ്ടു പോകാൻ, നിന്നെ വലിയവനാക്കി മാറ്റാൻ, നിന്റെ നിയോഗം ക്രമീകരിച്ച് മനോഹരമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം നീ
നിന്നോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന, ഞാൻ കണ്ടിരിക്കുന്ന, ഞാനിപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ എനിക്ക് സാധിക്കത്തില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സാധിക്കുമെന്ന് ഇന്നൊന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കത്തക്ക രീതിയിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചാൽ അതിൻ്റെ സമാപ്തി കാണാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് പറയുക, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. അതുകൊണ്ട് ഉണരത്തക്ക രീതിയിൽ ഒരു ആത്മനിയോഗം പ്രാപിക്കാം. ഏത് വിഷയത്തിലാണ് താങ്കളെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് താങ്കൾക്ക് പരാധീനത വരുന്നെന്ന് തോന്നുന്നത്, പരാജയം സംഭവിക്കും തോന്നുന്ന വിഷയം ഏതാ, അവിടെ ഉണരണം. ആ വിഷയത്തിൽ നിന്ന് ഉണരണം. ഇല്ല, എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്, സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് മുന്നേറുന്ന ഒരു ഭക്തന് ജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ആത്മീയ ദർശനമില്ലേ, വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു, ആ കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉണർന്നാൽ, നിങ്ങൾ വിശ്വാസം നിലനിന്നാൽ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവികളുണ്ട്. നമ്മൾ ദർശനം കണ്ട് എന്നെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ എൻ്റെ ദൈവം ചെയ്യിക്കാൻ പോകുക, അത് സംഭവിക്കുന്നു. ഈ മാസം തന്നെ അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് എത്തും. ഞാനത് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഉണർന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണരാം, ആത്മധൈര്യമുള്ളവരായി തീരാം. വിശ്വാസം ഇല്ലെന്ന് പറയുന്ന കാലത്ത്, വിശ്വാസികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നമുക്ക് മുന്നേറാം. അതുകൊണ്ട് നമ്മുടെ ഐഡിയയും നമ്മുടെ പ്രവർത്തനങ്ങളും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് യേശു എന്ന് പറയുന്ന മഹാദൈവത്തിൽ കൂടെയാണ്. യേശുവിനിൽ കൂടെ നമുക്ക് നമ്മുടെ ആത്മീയ ദർശനങ്ങളെ മുന്നേറി കണ്ടുകൊണ്ട് നമുക്കൊന്നുകൂടെ സധൈര്യം മുന്നേറാനുള്ള ഒരു ആത്മനിയോഗം നൽകേണ്ടതിന് വേണ്ടി നമുക്ക് ഉണരാം. പരാജയപ്പെട്ടു പോകരുത്. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ദൈവശക്തി ഇന്ന് നമുക്കുണ്ട്. അതിൽ ധൈര്യപ്പെടാം. ദൈവകൃപയ്ക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പകൽ എൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയോടെ ഞാൻ ഉണരുന്നു. ഞാൻ വിശ്വസിക്കുന്നു. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, കർത്താവിന് മഹത്വം വെളിപ്പെടും എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കാം, ഒന്നിനെയും വിശ്വസിക്കാത്ത വ്യക്തിയായിരിക്കുക. പക്ഷേ പരാജയം മുഴുവനും ഏറ്റുവാങ്ങി ജീവിതം മടുത്ത് ഇനി എന്തായിത്തീരുമെന്ന് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് വിശ്വസിച്ച്, ദൈവത്തിലൊന്ന് വിശ്വസിച്ച്, ഇന്നലെ വരെ താങ്കൾ വിശ്വസിച്ചിരുന്നത് താങ്കൾക്ക് പ്രയോജനമില്ലാതായെങ്കിൽ ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കാം. ഒന്ന് മാറി ചിന്തിക്കാമോ, മാറി വിശ്വസിക്കാമോ? എനിക്ക് കഴിയത്തില്ല, പക്ഷേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിൻ്റെ കാര്യങ്ങളെ ധന്യമാക്കി തീർക്കും. പരാജയപ്പെട്ടുവെന്ന് പിശാച് വെല്ലുവിളിച്ച സ്ഥാനത്ത് യേശു നിനക്ക് ജയം നൽകും. അതുകൊണ്ട് ദിവസങ്ങൾ ഉണരാം, നമ്മളെ തന്നെ കാണാം, ഞാൻ ആരാണെന്ന് കാണാം. നമ്മൾ അങ്ങനെ ഉണരണം. ഉണരുക എന്ന് പറഞ്ഞാൽ എൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാതലായിട്ടുള്ള വിഷയം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക. നീ ആരാണെന്ന് മനസ്സിലാക്കുക. നിന്നെ തളർത്താൻ നോക്കുന്ന ശക്തിയുടെ മുമ്പിൽ ഞാൻ ഉണരുന്നു. അതുകൊണ്ട് ദിവസങ്ങൾ ഉണർന്ന് അല്പശക്തി പ്രാപിച്ചത് മുന്നോട്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറുപ്രസംഗത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആകട്ടെ. ആമേൻ. ദൈവത്തെ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. ആ സ്നേഹത്തിൽ നീ അലിഞ്ഞാൽ നവ്യമാകും നിൻ ജീവിതം. ദൈവത്തെ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. ആ സ്നേഹത്തിൽ നീ അലിഞ്ഞാൽ നവ്യമാകും നിൻ ജീവിതം. ദൈവത്തെ നീ
നീ പാപം ചെയ്തിടുമ്പോൾ നീ പോലും അറിഞ്ഞിടാതെ, നീ പാപം ചെയ്തിടുമ്പോൾ നീ പോലും അറിഞ്ഞിടാതെ, നിന്നെ ഓർത്തു കേഴും നാഥൻ എന്നും നിന്നെ കാത്തിരിക്കും. നീ തിരികെ വന്നിടുമ്പോൾ തൻ്റെ ചാരെ ചേർത്തണയ്ക്കും. പാപം നീക്കി ധന്യനാക്കും ദൈവത്തെ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. ആ സ്നേഹത്തിൽ നീ അലിഞ്ഞാൽ നവ്യമാകും നിൻ ജീവിതം. ദൈവത്തെ നീ ആശ്രയിച്ചാൽ. കൈപ്പേറും അനുഭവങ്ങൾ അനുദിനം അണഞ്ഞിടുമ്പോൾ, കൈപ്പേറും അനുഭവങ്ങൾ അനുദിനം അണഞ്ഞിടുമ്പോൾ, ദുഃഖത്താൽ നീ കരയരുതേ, ആർത്തനായി തേങ്ങരുതേ. ക്രൂശിതന്റെ രൂപമോർക്കൂ, ഉള്ളിനുള്ളം ശാന്തമാകും. മഞ്ഞുപോലെ വെണ്മയാകും. ദൈവത്തെ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. ആ സ്നേഹത്തിൽ നീ അലിഞ്ഞാൽ നവ്യമാകും നിൻ ജീവിതം. ദൈവത്തെ നീ ആശ്രയിച്ചാൽ അവൻ നിന്നെ കൈവിടില്ല. ആ സ്നേഹത്തിൽ നീ അലിഞ്ഞാൽ നവ്യമാകും നിൻ ജീവിതം. ദൈവത്തെ നീ ആശ്രയിച്ചാൽ